അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ യൂണിസ് പഠിക്കലാണ്. ഞാനിന്ന് ഈ വീഡിയോയിൽ വരാനുള്ള കാരണം എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ കഴിഞ്ഞ ഈ 18-ാം തീയതി ഞാൻ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി. ഞാൻ ബസ്സിനാണ് പോയത്, വന്നതൊക്കെ. അതുപോലെ തന്നെ ഞാൻ കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഞാൻ കോട്ടയ്ക്കൽ ബസ്സിനാണ് ഞാൻ കയറിയിട്ട് എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം പഠിക്കലായിരുന്നു. അവർ പറഞ്ഞ് ചേളാരി ഇറക്കി തരൂല, പഠിക്കലും ഇറക്കൂല, അവർ സ്കൂളിൻ്റെ അവിടുന്ന് ഞങ്ങളാണ്ട് കയറും എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ടൈമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനാണെങ്കിൽ ബ്ലഡ് പോയി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബ്ലഡ് ഒന്നായിട്ടായപ്പോൾ ഞാൻ സഹായം ചോദിച്ചു. ഹൈവേ പോലീസിനെ വിളിച്ചു, നമ്മുടെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ ഫോണ് വിളിച്ചു. അവരൊക്കെ നമ്മൾ ഇതിന് ഒരു അടിയന്തര സഹായത്തിനും വേണ്ടിയിട്ട് ഞാൻ വിളിച്ചിരുന്നു. എന്നിട്ട് അന്ന് തന്നെ 18-ാം തീയതി തന്നെ ഞാൻ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷെ അത് എനിക്കുണ്ടായ അനുഭവം ഇതാവശ്യപ്പെട്ടിട്ട് ഇതാണ് അതിൻ്റെത്. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത അതിൻ്റെ കോപ്പി. അതുപോലെ തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ട ഓരോ രേഖകളാണ് ഈ ഗതാഗത വിഷയമായിട്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മന്ത്രി അവർക്ക് അയച്ചത്, നമ്മളെ തിരൂരങ്ങാടി ജോയിന്റ് ആർഡിഒക്ക് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പം ഇതിന്റെ കംപ്ലൈന്റിന് പോണില്ല. എന്ന് വെച്ചാൽ സാധാരണക്കാരന് ഇവിടെ നീതി കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഈ ഈ പേപ്പേഴ്സ് കണ്ടില്ലേ, കളക്ടർ മുതൽ അതുപോലെ തന്നെ SP മുതൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് വരെ ഞാൻ അയച്ചതാണ്. അപ്പൊ ഈ ഒപ്പുശേഖരണമാണ്, ജനങ്ങൾ തന്നതാണ്. ജനങ്ങൾ ഇതേമാതിരി ഇതിപ്പോ എന്റെ അനുഭവം, എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിന്റെ പേരിൽ എനിക്ക് എന്ത് അന്വേഷണത്തിൽ ഉത്തരവിട്ടാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ ജനങ്ങൾ തന്നാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് എനിക്ക് ഇനി കംപ്ലൈന്റും ഇല്ല, ഒന്നുമില്ല. ഇതുവരെ ആയിട്ട് സ്റ്റേഷനിൽ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അതിനാണ് ഒരുപാട് നമ്പർ കൊടുക്കുക. നമുക്ക് അത്യാവശ്യം വരുമ്പോഴാണ് അതേപോലെ തന്നെ ഓരോ നമ്പർ, ഹൈവേ പോലീസ്, ഹൈവേയിലുള്ള വിഷയത്തിനൊക്കെ. ആർക്കാണ് ഈ വികസനം? നാഷണൽ ഹൈവേയിൽ ഇറങ്ങിയിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞിക്കുകയാണെങ്കിൽ ഓല് മരണപ്പെടും. അല്ലെങ്കിൽ ഇതുവരെ ഒരു മീഡിയ അത് ചർച്ച ചെയ്തിട്ടില്ല, ഒരു പേപ്പറിൽ ഇത് ഔട്ട് ചെയ്തിട്ടില്ല ഞാൻ കൊടുത്തിട്ട്. എന്തുകൊണ്ട്? ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? കുത്തക മുതലാളിമാർക്കും വേണ്ടി. കണ്ട, ഇതൊക്കെ സാധാരണക്കാരൻ ആവശ്യപ്പെട്ടിട്ട് കണ്ടില്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ഇതിന്റെ പേപ്പേഴ്സും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നീതി കിട്ടൂല എന്നുള്ള എനിക്ക് ഉറപ്പുമായി. ഏതൊക്കെ ഓഫീസുകളിലറിയാം ഞാൻ കയറി. അതുകൊണ്ട് ഞാനിവിടെ എനിക്ക് കിട്ടാത്ത പരിശോധനത്തിന് ജനങ്ങളെ മുന്നിൽ നിങ്ങൾ തന്ന ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഞാനിതാ പബ്ലിക്കായിട്ട് കീറുന്ന്. ഒരു മന്ത്രിന്റെ അടുത്ത് പോയിട്ടും കാര്യമില്ല, ഒരു RDOന്റെ അടുത്തും പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ കീറി അങ്ങോട്ടിരിക്കുകയാണ്. എനിക്ക് ഒരു കംപ്ലൈന്റ് ഇനി മാണ്ടേന്, നമുക്ക് നീതി കിട്ടൂല എന്നുള്ളത് ഉറപ്പായി. അപ്പൊ അതുകൊണ്ട് ഇനി ഇതിന്റെ മേലതാ ഞാൻ വിളിച്ച ഫോൺ കോളുണ്ട്, ഇതിന്റെ ഇറങ്ങിയ സ്ഥലം CCTVന്റെ ദൃശ്യമുണ്ട്, ഞാൻ സ്റ്റേഷനിൽ പോയുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. ഒരു പോലീസുകാർക്ക് ഇനി ഞാൻ വിളിച്ചില്ല, ഒന്നുമില്ലാത്ത ഇവിടെ